ആഗോളതലത്തിൽ തുടരുന്ന സാമ്പത്തിക അസ്ഥിരതയും യുദ്ധാന്തരീക്ഷവും ഊർജ്ജ പ്രതിസന്ധിയും വിതരണ ശൃംഖലകളിലെ തകരാറുകളും ഇന്ത്യയെ ശക്തമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യം അതീവ ജാഗ്രതയോടെയും കൂട്ടായ ഉത്തരവാദിത്വത്തോടെയും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് ആഹ്വാനം ചെയ്തത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നതും വിദേശ നാണയ ചെലവ് വർദ്ധിക്കുന്നതും രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് നിയന്ത്രിത ഉപഭോഗവും സാമ്പത്തിക അച്ചടക്കവും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ മാത്രം മതിയാകില്ല, ഓരോ പൗരന്റെയും പങ്കാളിത്തം നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൈദരാബാദിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ലോകമെമ്പാടുമുള്ള അനിശ്ചിതത്വങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും പ്രതിഫലിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ എല്ലാവരും ചില താൽക്കാലിക ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിക്കേണ്ട സമയം എത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് മഹാമാരി കാലത്ത് സ്വീകരിച്ച ലളിതവും നിയന്ത്രിതവുമായ ജീവിത രീതികൾ വീണ്ടും പരിഗണിക്കേണ്ട സാഹചര്യമാണിതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും വിദേശ ആശ്രിതത്വം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിനായി ഓരോ കുടുംബവും ചെയ്യാവുന്ന വലിയ സേവനമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന് വർക്ക് ഫ്രം ഹോം സംവിധാനം വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്ന നിർദ്ദേശവും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. സ്വകാര്യ വാഹനങ്ങളുടെ അമിത ഉപയോഗം രാജ്യത്തിന്റെ ഇന്ധന ഇറക്കുമതി ചെലവ് ഉയർത്തുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിയുന്നിടത്തെല്ലാം ഓഫീസുകൾ ഓൺലൈൻ സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണം, വെർച്വൽ മീറ്റിംഗുകളും ഓൺലൈൻ കോൺഫറൻസുകളും പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനൊപ്പം നഗരങ്ങളിലെ ഗതാഗത കുരുക്കും മലിനീകരണവും നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം ബസ്സുകളും ട്രെയിനുകളും മെട്രോ സംവിധാനങ്ങളും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചാൽ രാജ്യത്തിന്റെ പെട്രോൾ ഡീസൽ ഉപഭോഗത്തിൽ വലിയ കുറവുണ്ടാകാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുവഴി വിദേശത്ത് നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനായി ചെലവഴിക്കേണ്ട വലിയ തോതിലുള്ള വിദേശ നാണയ സംരക്ഷണവും സാധ്യമാകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിലയിരുത്തൽ. കുടുംബങ്ങളുടെ ദൈനംദിന ജീവിത രീതികളിലും ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറഞ്ഞത് 10% കുറയ്ക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അമിതമായ എണ്ണ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടെന്നും നിയന്ത്രിത ഉപയോഗം ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് സമൂഹത്തെ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബങ്ങൾ ചെറിയ രീതിയിലുള്ള ഉപയോഗ നിയന്ത്രണങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ ആകെ പ്രതിഫലം രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവിൽ വലിയ കുറവുണ്ടാക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. രാജ്യം വീണ്ടും വിവാഹ ഉത്സവ സീസണിലേക്ക് കടക്കുന്നതിനിടെ സ്വർണ്ണ വാങ്ങലിൽ താൽക്കാലിക നിയന്ത്രണം വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ സംസ്കാരത്തിൽ സ്വർണ്ണത്തിലുള്ള പ്രാധാന്യം വളരെ വലുതാണെന്ന് അംഗീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. എന്നാൽ നിലവിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്കെങ്കിലും സ്വർണ്ണ വാങ്ങൽ മാറ്റിവെക്കുന്നത് രാജ്യത്തിന് വലിയ ആശ്വാസമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇതിന് വലിയ തോതിൽ വിദേശ നാണയം ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അനാവശ്യ സ്വർണ്ണ വാങ്ങലുകൾ ഒഴിവാക്കുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബ ചടങ്ങുകളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പകരം ലാളിത്യത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യത്തെ മനസ്സിലാക്കി കുടുംബങ്ങൾ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങില്ലെന്ന പ്രതിജ്ഞ എടുക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദേശസ്നേഹം അതിർത്തിയിൽ പോരാടുന്ന സൈനികരുടെ ത്യാഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓരോ പൗരനും ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നതിലും അതിന്റെ മഹത്വമുണ്ടെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വിദേശ വസ്തുക്കളുടെ അമിത ഉപയോഗം പുനഃപരിശോധിക്കണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. നാട്ടിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശയാത്രകളും കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിനും ആഡംബര ചടങ്ങുകൾക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ഒരു വർഷത്തേക്കെങ്കിലും വിദേശയാത്രകൾ കുറയ്ക്കാൻ സ്വയമേധയാ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കാൻ സർക്കാർ നടപടികൾക്കൊപ്പം ജനങ്ങളുടെ സഹകരണവും നിർണായകമാണെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി നിയന്ത്രിത ഉപഭോഗം, ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം, ഇന്ധന സംരക്ഷണം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥ ദേശീയ ഉത്തരവാദിത്തമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.